2026 ബോക്സ് ഓഫീസ് പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ് പല പാൻ ഇന്ത്യൻ സിനിമകളും. സൂപ്പർ താരങ്ങളുടേതടക്കം വലുതും ചെറുതുമായ നിരവധി സിനിമകളാണ് ഈ വർഷം തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. ഇപ്പോഴിതാ 2026 പ്രേക്ഷകർ ഏറ്റവും കൂടുതലായി കാത്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് IMDb പുറത്തുവിട്ടിരിക്കുകയാണ്. ആദ്യ 20 സ്ഥാനങ്ങളിലുള്ള സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തുവിട്ടത്. ലിസ്റ്റിൽ ഒരു മലയാളം സിനിമ മാത്രമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന ഷാറുഖ് ഖാൻ ചിത്രം കിങ് ആണ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ളത്. ചിത്രത്തിൽ ദീപിക പദുക്കോൺ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സുജയ് ഘോഷ്, സിദ്ധാർത്ഥ് ആനന്ദ് എന്നിവർ ചേർന്ന് തിരക്കഥയൊരുക്കുന്ന സിനിമയിൽ ഷാറുഖിന്റെ മകൾ സുഹാന ഖാൻ, അഭിഷേക് ബച്ചൻ, അഭയ് വർമ്മ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തും. അഭിഷേക് ബച്ചൻ വില്ലൻ വേഷത്തിലാണ് എത്തുന്നത്. വലിയ ബഡ്ജറ്റിൽ ഒരു ആക്ഷൻ ത്രില്ലറായാണ് ഈ ചിത്രം ഒരുക്കുന്നത്. വമ്പൻ ബജറ്റിൽ നിതീഷ് തിവാരി ഒരുക്കുന്ന രാമായണ ആണ് 2ാം സ്ഥാനത്തുള്ളത്. രൺബീർ കപൂർ, സായ് പല്ലവി, യശ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന രാമായണ 2 ഭാഗങ്ങളായാണ് എത്തുക. ആദ്യ ഭാഗം 2026 ദീപാവലി റിലീസായും 2ാം ഭാഗം 2027 ദീപാവലിക്കും റിലീസ് ചെയ്യും. സണ്ണി ഡിയോൾ ഹനുമാനായും ലാറ ദത്തയും രാഘുൽ പ്രീത് സിംഗും യഥാക്രമം കൈകേയും ശൂർപ്പണഖയുമായും രാമായണത്തിൽ അഭിനയിക്കും. 835 കോടിയുടെ ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള അവസാന ചിത്രമായി അറിയപ്പെടുന്ന ജനനായകനാണ് 3ാം സ്ഥാനം നേടിയിരിക്കുന്നത്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വലിയ താരനിര തന്നെ അഭിനയിക്കുന്നുണ്ട്. സന്ദീപ് റെഡ്ഡി വാങ്ക പ്രഭാസ് ചിത്രം സ്പിരിറ്റ് ആണ് ലിസ്റ്റിൽ 4ാം സ്ഥാനം കൈയടക്കിയിരിക്കുന്നത്. ഗീതു മോഹൻദാസ് ഒരുക്കി യശ് നായകനായി എത്തുന്ന ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രം ടോക്സിക് 5ാം സ്ഥാനത്താണ്. മാർച്ച് 19 ടോക്സിക് തിയേറ്ററുകളിലെത്തുക. ടോക്സിക് പറയുന്ന കഥയ്ക്ക് ആഗോള സ്വഭാവം ഉള്ളതിനാൽ ഇതൊരു പാൻ വേൾഡ് സിനിമയായാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. അതിനാൽ കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. സൽമാൻ ഖാൻ ചിത്രം ബാറ്റിൽ ഓഫ് ഗാൽവാൻ ആണ് 6ാം സ്ഥാനത്ത്. 2020 ജൂണിൽ ഗാൽവാൻ മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. യശ് രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സ് ചിത്രമായ ആൽഫയാണ് 7ാം സ്ഥാനത്ത്. ചിത്രം ഏപ്രിലിൽ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട്. ആലിയ ഭട്ട്, ഷർവരി എന്നിവരാണ് സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. ദുരന്തർ 2, ബോർഡർ 2 എന്നിവയാണ് 8ഉം 9ഉം സ്ഥാനങ്ങളിലുള്ളത്. വിഘ്നേഷ് ശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പ്രദീപ് രംഗനാഥൻ ചിത്രം ലവ് ഇൻഷുറൻസ് കമ്പനിയാണ് 10ാം സ്ഥാനത്ത്. സിനിമ ഫെബ്രുവരിയിൽ പുറത്തിറങ്ങും. ഒരു തമിഴ് സയൻസ് ഫിക്ഷൻ റൊമാന്റിക് കോമഡി ചിത്രമാണിത്. ആദ്യ 10ൽ മലയാളം സിനിമകൾക്കൊന്നും തന്നെ ഇടം പിടിക്കാൻ സാധിച്ചിട്ടില്ല. പ്രഭാസ് ചിത്രം ഫൗസി, നാനിയുടെ ദ പാരഡൈസ്, രാം ചരൺ ചിത്രം പെഡ്ഡി, ജൂനിയർ NTR, പ്രശാന്ത് നീൽ കോംബോയിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രം ലെവൻ വാർ, ബൂത്ത് ബംഗ്ല, രാഘവ ലോറൻസ്, നിവിൻ പോളിയുടെ ബെൻസ്, ശക്തിശാലിനി, പാട്രിയറ്റ്, ഓ റോമിയോ എന്നിവയാണ് യഥാക്രമം 11 മുതൽ 20 വരെയുള്ള സിനിമകൾ. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ, ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3ക്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടില്ല.